സഹിക്കാൻ പറ്റുന്നില്ല. ഒടുവിൽ അവൻ യാത്രയാകുന്നു. ആര്? F-35. ഇതുവരെ കഴിഞ്ഞില്ലേ? ഇതുവരെ ഇത് കഴിഞ്ഞിട്ടില്ല. ഈ ഇടയ്ക്ക് വല്ലതും പോകാൻ സാധ്യത ഉണ്ടോ? ഇത് ഇങ്ങനെ ഒരു ചോദ്യം വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വാർത്തകൾ നോക്കിയപ്പോൾ അങ്ങനെ അത് സംഭവിക്കുകയാണ് സുഹൃത്തുക്കളെ, സംഭവിക്കുകയാണ്. ഒടുവിൽ അത് നടക്കുന്നു. കട്ടപ്പുറത്ത് നിന്നും ഇറങ്ങി. അല്ല പ്രേമലേട്ടാ, മുഖ്യമന്ത്രി ഇന്നലെ എത്തി. സ്വാഭാവികം പറക്കാൻ സാധ്യതയുണ്ട്. ആ മനുഷ്യനെ വെറുതെ വിടുപ്പാവോ. ഏതായാലും ആ ഇരുമ്പ് കസേര അതിന്റെ കാര്യം പറഞ്ഞിട്ടാണോ പോട്ടെ. ഏതായാലും F-35 അടുത്ത ആഴ്ച ഇവിടുന്ന് പോകും. അത് തീരുമാനിച്ചിട്ടുണ്ട്. അതായത് പറന്നു തന്നെ. അതിന്റെ അറ്റകുറ്റപ്പണിയൊക്കെ പൂർത്തിയായി, സംഭവം ഉഷാറാണെന്ന് പറയുന്നു. അതായത് ഈ ഒരു ഹാങ്ങറിന്റെ അകത്തിട്ടാണ്, ഒരു ഷെഡിന്റെ അകത്തിട്ടാണല്ലോ ഇതിന്റെ അറ്റകുറ്റപ്പണിയൊക്കെ നടത്തിയത്. ജസ്റ്റ് ഒന്ന് പുറത്തോട്ടിറക്കി ഇവനെ ഒന്ന് ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്തപ്പോൾ എഞ്ചിനൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, ഉപ്പുകാറ്റടിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവർ ഇത് തിരിച്ച് പറത്തിക്കൊണ്ട് പോകാനാണ് തീരുമാനം എടുത്തേക്കുന്നത്. അപ്പോൾ ഈ അവരുടെ UK-യിലെ സൈനിക മേധാവിയുടെ അനുമതി കിട്ടിയാൽ അടുത്ത ആഴ്ച എപ്പോൾ വേണമെങ്കിലും പോകാം. ഇനി അവിടെ ചെന്നിട്ട് ഇനി അഗ്നിശുദ്ധി വരുത്തേണ്ടതുണ്ടോ എന്നൊന്നും അറിയില്ല. ഏതായാലും ഇവിടുന്ന് F-35 ഇവിടുന്ന് അങ്ങോട്ട് യാത്രയാവും. അതായത് ഇതിന് 2 തകരാറുകൾ ഉണ്ടായിരുന്നത്. ഒന്ന് അതിൻ്റെ ഹൈഡ്രോളിക് സിസ്റ്റം, പിന്നെ ഒന്ന് ഓക്സിലറി പവർ യൂണിറ്റ് എന്ന് പറയുന്ന സംഗതി. അതിൻ്റെ പേര് മാത്രമേ എനിക്കറിയാവുള്ളൂ. എനിക്ക് തോന്നുന്നു അതിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഈ പിന്നെ കറണ്ട് ലഭ്യമാക്കുന്ന എന്തോ സംഗതിയാണ്. അപ്പോൾ ഇത് തകരാറിലായി. അപ്പോൾ ഇതിൻ്റെ തകരാറ് പരിഹരിക്കാനായിട്ട് ആദ്യം ഒരു ശ്രമം നടത്തി, അത് പാളിപ്പോയി. പിന്നെ ഒരു വിമാനത്തിൽ കുറച്ച് ആളുകൾ വന്നിരുന്നല്ലോ, അതായത് C-17 ഗ്ലോബ് മാസ്റ്റർ, അതൊരു ചരക്ക് വിമാനമാണ്. അതിൽ യന്ത്രസാമഗ്രികളടക്കം കൊണ്ടുവന്നാണ് ഇത് റിപ്പയർ ചെയ്തത്. അപ്പോൾ ഇനി അതൊക്കെ തിരിച്ചു കൊണ്ടുപോകാൻ ആ ചങ്ങാതി വീണ്ടും ഇന്ന് വരും എന്നാണ് പറയുന്നത്. ആ വിമാനം വന്ന് ഈ പിന്നെ വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണിക്കായിട്ട് കൊണ്ടുവന്ന എക്യുപ്മെൻസും ചിലപ്പോൾ കുറച്ച് എഞ്ചിനീയർമാരുമായിട്ടൊക്കെ മടങ്ങിപ്പോകും. ഈ വിമാനം അടുത്ത ആഴ്ച ഇവിടുന്ന് പോകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇക്കാര്യത്തിലൊരു തീരുമാനമായി. ഇതിലിനി ഇവിടുന്ന് ഇപ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്തിയ സമയത്തും ഇന്ത്യയിലെ സുരക്ഷാ ജീവനക്കാരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പണിയാണ് നടത്തിയത്. പക്ഷെ ഇത്രയൊക്കെ ചെയ്ത് ഉഷാറായി പറക്കും എന്ന് പറയുമ്പോഴും ഇതിനെ ധൈര്യപൂർവ്വം വാങ്ങാൻ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ തയ്യാറാകുമോ? ആരും വാങ്ങൂല. ഇത് UK-യുടെ വിമാനമാണല്ലോ, അവർക്ക് പോലും ഇത് വേണ്ട. അല്ല, അതറിയില്ല. അവര് 138 F-35 വാങ്ങാനായിട്ടാണ് പദ്ധതി ഇട്ടിരുന്നത്. അവരുടെ കയ്യിൽ ഇപ്പോൾ ഒരു 37 ഉണ്ട്. 38 ആയിരുന്നു, ഒരെണ്ണം തകർന്നു പോയി. ഇപ്പോൾ 37 നിൽക്കുകയാണ്. അവർ ഈ 138 F-35 വാങ്ങാനുള്ള പദ്ധതി തൽക്കാലം ഉപേക്ഷിക്കുകയാണ്. അവരതിന് പകരം ഈ F-35 എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സാധനമാണല്ലോ, അവരതിന് പകരം ജപ്പാൻ, ഇറ്റലി ഈ 2 രാജ്യങ്ങളുമായിട്ട് സഹകരിച്ച് ടെമ്പസ്റ്റ് എന്ന പേരിൽ പുതിയ വിമാന പദ്ധതി ഉണ്ടാക്കാനാണ് UK-യുടെ തീരുമാനം. ഈ UK-യുടെ ഈ പ്രതിരോധ മന്ത്രാലയത്തിൽ അല്ലെങ്കിൽ പ്രതിരോധ നടപടികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന ഒരു അന്വേഷണ സമിതിയുണ്ട്. അതിൻ്റെ പേര് നാഷണൽ ഓഡിറ്റ് ഓഫീസ്, NAO എന്ന് നമുക്ക് ചുരുക്കി വിളിക്കാം. നാഷണൽ ഓഡിറ്റ് ഓഫീസ്. അതായത് നമ്മുടെ നാട്ടിൽ നടക്കില്ലേ മറ്റേ CAG ഓഡിറ്റ് എന്നൊക്കെ പറയുന്നത്, അതേപോലെ ഒരു ഇതിലെന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനുള്ള സംവിധാനമാണ്. അപ്പോൾ അവർ പറയുന്ന പ്രകാരം ഈ പറയുന്ന വിമാനത്തിന് പറക്കാനും പറ്റില്ല, പോരാടാനും പറ്റില്ല. 700 കോടി ചെലവാക്കി ഈ വിമാനത്തിന് പറക്കാനും പറ്റില്ല, ഒരു യുദ്ധമുന്നണിയിൽ കൊണ്ടുപോയി ഉപയോഗിക്കാനും കൊള്ളില്ല. അമ്മാതിരി ഒരു വിമാനമാണ്. അപ്പോൾ അവർ പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ സാങ്കേതിക തകരാറുകൾ തന്നെയാണ് പ്രധാന പ്രശ്നം. അതുകൂടാതെ ഇത് സാങ്കേതിക തകരാറുകൾ ഉണ്ടായാൽ അത് പരിഹരിക്കാൻ പറ്റിയ വിദഗ്ധരായ എഞ്ചിനീയർമാരില്ല. പിന്നെ ഈ വിമാനത്തിൽ ഘടിപ്പിക്കാൻ പറ്റിയ അത്യാധുനിക ആയുധങ്ങൾ വേണം. ഇപ്പോൾ UK-യുടെ കയ്യിലുള്ള നിലവിലെ പല ആയുധങ്ങളും ഇതിനുമായിട്ട് യോജിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ പുതിയ ആയുധങ്ങൾ വേണമെങ്കിൽ അത് കിട്ടുന്നത് 2030 ഇനിയും കാത്തിരിക്കണം. ഒരു 4-5 വർഷം കൂടി ഇനിയും കാത്തിരുന്നാലേ ആയുധങ്ങൾ കിട്ടൂ. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പൊതിയാൻ തേങ്ങ കെട്ടിയ പോലെ ഈ വിമാനം കൈയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അതായത് ഈ വിമാനങ്ങൾ കൂടെ പരീക്ഷണ പറക്കലുകൾ നടത്തും. അപ്പോൾ പിന്നെ ഇവർ ഈ വിമാനം ഉപയോഗിച്ച് തന്നെ പല ഈ സൈനിക അഭ്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലും ഈ വിമാനങ്ങളെയൊക്കെ പങ്കെടുപ്പിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ ഇതൊക്കെ വെച്ച് ഇവരൊരു മാർക്കിടും. അതായത് കൃത്യം പറഞ്ഞാൽ ഫുൾ മിഷൻ
ഫുൾ റെഡി മിഷൻ റേറ്റ് എന്നാണ് പറയുക. ഇപ്പോൾ നാളെ ഒരു യുദ്ധം ഉണ്ടായാൽ പെട്ടെന്ന് ഈ സാധനം എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് അവരൊരു ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് പ്രകാരം ഇവർ നൽകിയ മാർക്ക് വെച്ച് ഇത് ശരാശരിയിൽ താഴെയാണ് ഈ വിമാനം ഉള്ളത്. അതായത് ഈ വിമാനങ്ങൾ അവർക്ക് 37 വിമാനങ്ങൾ ഇപ്പോൾ കൈവശം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ 37 വിമാനങ്ങളുടെ 1/3 മാത്രമാണ് ഇപ്പോൾ ഒരു യുദ്ധം നടന്നാൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം പ്രശ്നമാണ്. ഇനി ഒരു പകുതിയെങ്കിലും റെഡിയാകണമെന്ന് നോക്കിയാൽ കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഒരു യുദ്ധത്തിൽ എടുത്ത് അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ ഈ വിമാനങ്ങളല്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ വേറൊരു സംഗതി കൂടിയുണ്ട്. ഈ വിമാനം ഉപയോഗിക്കുന്നതിന് പ്രാഗൽഭ്യമുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ അറ്റകുറ്റപ്പണി നടത്താൻ പ്രാഗൽഭ്യമുള്ള എഞ്ചിനീയർമാരുടെ അപാകതയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവരുടെ വിമാനം നഷ്ടപ്പെട്ടു പോയത്. ഈ വിമാനത്തിൻ്റെ എഞ്ചിനുള്ളിൽ ഒരു സീൽഡ് കവർ കുടുങ്ങിപ്പോയി. ഇത് അറ്റകുറ്റപ്പണി നടത്തിയവരുടെ കുഴപ്പമാണ്. അങ്ങനെ കുടുങ്ങിപ്പോയത് കൊണ്ട് ഈ വിമാനം ഒരു വിമാനവാഹിനി കപ്പലിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ നോക്കുമ്പോൾ പൊങ്ങി, പക്ഷേ അത് പറന്നുയരാൻ പറ്റിയില്ല, നേരെ വെള്ളത്തിൽ വീണു. അങ്ങനെയാണ് ഒരു വിമാനം നഷ്ടപ്പെട്ടു പോയത്. മറ്റൊന്നുകൂടിയുണ്ട്, ഈ വിമാനം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ആളുകൾ അവരുടെ കയ്യിലില്ല. ഇപ്പോൾ അമേരിക്കയുടെ കയ്യിൽ ഏതാണ്ട് ഒരു വിമാനത്തിൻ്റെ പേരിൽ 25 ജീവനക്കാരുണ്ട്. അതായത് അതിൻ്റെ പൈലറ്റുമാർ, അതിൻ്റെ അറ്റകുറ്റപ്പണി നടത്തേണ്ടവർ, അതിൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കേണ്ടവർ, അങ്ങനെ ഒരു വിമാനത്തിന് 25 പേർ എന്ന നിലയ്ക്കാണ് അമേരിക്കയുടെ ഒരു സ്റ്റാൻഡേർഡ്. പക്ഷേ ഇവിടെ UK കാര്യത്തിൽ ഒരു F-35 വിമാനം വന്നാൽ അതിനെ നോക്കാനും അതിനെ പറത്താനും ഒക്കെ 14 പേരേ ഉള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന വിമാനം അത് ഉദ്ദേശിച്ച ലക്ഷ്യം, ഇത് വൻതോതിൽ സാമ്പത്തിക ഭാരം ഏൽപ്പിക്കുന്ന ഒരു സംഗതിയാണ്. എന്നാൽ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നേടാൻ പറ്റാത്തൊരു വിമാനമാണ്. ഇനി രസം അതൊന്നുമല്ല, ഇത് അമേരിക്കൻ കമ്പനിയാണല്ലോ. അമേരിക്ക പോലും ഇതിന് 51.5% മാത്രമേ മാർക്ക് ഇടുന്നുള്ളൂ. വേണ്ടത് 75 മുതൽ 80% വരെയാണ് വേണ്ടത്. അപ്പോൾ അമേരിക്ക പോലും തള്ളിക്കളഞ്ഞ ഒരു വിമാനമാണ് ഈ സംഗതി. ഇപ്പോൾ ജർമ്മനി അവർ കുറച്ച് F-35 നേരത്തെ വാങ്ങിയിരുന്നു. അവർക്ക് ഇനി കുറച്ചുകൂടി കിട്ടാനുണ്ട്. അവർക്ക് തൽക്കാലം വേണ്ടെന്നുള്ളതാണ് അവരുടെ ഒരു നിലപാട്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് വാങ്ങി വെച്ച ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ ഈ വിമാനം 1 മാസത്തോളം പെട്ടുകിടന്ന അതും കൂടി കണക്കാക്കി ആ കാര്യത്തിൽ ഒരു പുനരാലോചനയുടെ ഘട്ടത്തിലാണ് എല്ലാവരും. കാരണം ഇത്രയും വലിയൊരു ഭാരിച്ച പണച്ചെലവുണ്ടാക്കി ഈ ഒരു വിമാനം വാങ്ങി വെച്ചാൽ അതുകൊണ്ട് പ്രയോജനമില്ലെങ്കിൽ എന്ത് കാര്യം? പ്രയോജനമില്ലെന്ന് മാത്രമല്ല, നമുക്കിട്ട് തിരിച്ച് പണിയും തരും. നമ്മുടെ അത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്ന പൈലറ്റുമാരുടെ വിലപ്പെട്ട ജീവന് സമാധാനം പറയേണ്ടി വരും. കാര്യം ഇത് എപ്പോഴാണ് ഇത് അപകടം ഉണ്ടാക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഈ സാങ്കേതികത ഒരുപാട് സുരക്ഷാ സാങ്കേതിക വശങ്ങൾ ഉള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പവും. അതായത് എന്താ പറയുക, സങ്കീർണമായ സാങ്കേതിക സംവിധാനങ്ങൾ വെച്ചിരിക്കുന്നതുകൊണ്ട് ചെറിയ എന്തെങ്കിലും ഒരു തകരാറ് വലിയ അപകടങ്ങളിലേക്ക് വഴിതെളിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ F-35 ഇനി ഇന്ത്യയെ സംബന്ധിച്ചതൊരു അടഞ്ഞ അധ്യായമാണ്. ഇന്ത്യയിൽ ഈ സാധനം ഇനി ആരും വാങ്ങാൻ പോകുന്നില്ല. മറ്റ് രാജ്യങ്ങൾ ഏതാണ്ട് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ വന്ന വിമാനം അവരിവിടുത്തെ കാര്യങ്ങളൊക്കെ 1 മാസത്തോളം താമസമൊക്കെ ചെയ്ത് അപ്പം നമ്മുടെ അവിടെ കിടന്നതിന് തറവാടകയൊക്കെ തരുമായിരിക്കും. ഇവിടുന്ന് ഏതായാലും പൊഴിയും തട്ടിപ്പോകും. നമുക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് വിടാം.